ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നന്മ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഷോപ്പ് പോണതിന് മുന്നേ കുറച്ചൊരു ഭാഗം കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കോഴയ്ക്ക ഉപ്പേരിയാണ് വെച്ചത്. അപ്പോൾ ചോറൊക്കെ ആയി. വിജയേട്ടൻ പണിക്ക് പോയി, ചോറൊക്കെ ആക്കി കൊടുത്തു. വിജയേട്ടൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ചോറും കൂട്ടാനൊക്കെ കാണിക്കണു കേട്ടോ. സോറി. അപ്പോൾ അങ്ങനെ ദോശയായി, ചട്നി ആയിട്ടുണ്ട്, ഒരു മീൻ വറുത്തുണ്ടായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു, കോഴയ്ക്ക ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചവരയ്ക്കുള്ളത് ഇതാണ്. അങ്ങനെ പുറപ്പെടലൊക്കെ കഴിഞ്ഞു. അമ്മ മക്കൾക്ക് വിളിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 4 പെണ്ണുങ്ങളാണ്. അപ്പോൾ ഞാനാണ് 4ാമത്തെ. ഇനി വേറെ 3 ആളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 3 ആൾക്കൊക്കെ അമ്മ വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ ഷോപ്പിലേക്ക് പോകേണ്ട സമയമായി. സമയം ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ 9:25 ഗോപാലുണ്ട്. അപ്പോൾ ഗോപാൽ ബസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെയിലിൻ്റെ മുകളിൽ കൂടെയാണ് പോണത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിലിൻ്റെ മുകളിൽ കൂടെ പോകരുത്, ട്രെയിനും വരുന്നൊക്കെ കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ 4 പേരൊക്കെ നോക്കിയിട്ടും പിന്നെ വണ്ടിയുടെ ചുവപ്പും ഇതൊക്കെ കാണിക്കുമല്ലോ, അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ നടക്കണത്. അപ്പോൾ ആരും ദേഷ്യപ്പെടുന്നു വേണ്ട. കാരണം പിന്നെ ഈ സൈഡിൽ കൂടെ നടക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നിറയെ തൊട്ടാവാടി അങ്ങനെ പലതരം ഇതുണ്ട്. അപ്പോൾ അത് നടക്കാൻ പറ്റില്ല. അപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടെ നടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേഷൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പണികൾ നടക്കുന്നുണ്ട് കുറച്ചൊക്കെ. അതും കൂടി കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം. അതായത് തമിഴ്നാട്ടിലത്തെ ആൾക്കാരാണ് ഇവിടെ പണിയെടുക്കുന്നത്. കുറേ ഒരു കൊല്ലത്തോളമായി ഓരോ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ബസ്സൊക്കെ വരാറായി. ഞാൻ ബസ്സിൽ പോയിട്ട് ഇനിയിപ്പോൾ ഷോപ്പ് പോയിട്ടുള്ളൊരു വീഡിയോ കൂടി കാണിക്കാം. അപ്പോൾ ഇവരൊന്നും കാണാതെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. വെയിലൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് പണിയെടുക്കാനൊക്കെ പറ്റും. മറ്റേത് റെയിലിൻ്റെ അവിടെയൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പണിയെടുക്കാനൊക്കെ. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ മാന്നന്നൂർ സ്റ്റേഷനെത്തിട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ വെള്ളിയാട് മാന്നന്നൂർ വാണിയംകുളം പറഞ്ഞിട്ട് എല്ലാവർക്കും ഈ സ്ഥലങ്ങൾ പരിചയമാവും. 1131-32 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ആരും കേൾക്കാത്ത അധികം സ്ഥലങ്ങളൊക്കെ കേട്ട് പരിചയമുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ ഷോപ്പിലൊക്കെ എത്തിയിട്ട് വർത്തമാനം പറഞ്ഞ് ഷോപ്പിലെത്തി. അപ്പോൾ ഉച്ച നേരത്തെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഉച്ച നേരത്ത് ഞാൻ ഇവിടെ വാണിയംകുളം ചന്ത ഉണ്ട്. ചന്ത പറഞ്ഞ ഷോപ്പിന് തൊട്ട് റോഡ് മുറിച്ച് കടക്കണ്ടേ ഉള്ളൂ കേട്ടോ. കടക്കേ വേണ്ടുള്ളൂ. ചില വാക്കുകൾ അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങോട്ട് കടക്കാൻ പോവാണ്. അവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ, മുളകും തൈ, ചീരത്തൈ, പിന്നെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. കറ്റാർവാഴ, പിന്നെ കുറ്റിമുല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഞാൻ വാങ്ങിയത് മുളകും തൈയാണ്. കുറച്ച് മുളകും തൈയും വാങ്ങി, അതേപോലെ കുറ്റിമുല്ലയും വാങ്ങി. അപ്പോൾ നിറയെ മുല്ലപ്പൂവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മുല്ലപ്പൂവൊക്കെ ഉണ്ടായാൽ നമുക്ക് ചൂടിയിട്ടൊക്കെ പോവാലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറ്റിമുല്ലയും വാങ്ങി, അതേപോലെ മുളകും തൈയും വാങ്ങി. രാവിലെ നമുക്ക് വേഗം മുളകൊക്കെ ചമ്മന്തി അരക്കുകയോ കറിയൊക്കെ ഇടാമല്ലോ. അപ്പോൾ അതാണ് വേഗം വേണ്ടത്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ അവിടെ ഇങ്ങനെ വാങ്ങുമ്പോഴാണ് നമ്മുടെ വണ്ടിക്കാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഹലോ കൂട്ടുകാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു എൻ്റെ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ലൈക്ക് ചെയ്യാറുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ നാട്ടുകാർ തന്നെ വാണിയംകുളം നാട്ടുകാർ തന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് അവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതും വാങ്ങിയിട്ട് ഞാൻ പോവുകയാണ്. സുന്ദരേട്ടൻ പറഞ്ഞ ആളെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഷോപ്പിലെത്തി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറിയും വാങ്ങിട്ടോ. 50 രൂപയുടെ പച്ചക്കറിയും വാങ്ങി. കിറ്റല്ല, അങ്ങനെ ഒരു കുറച്ച് 50 രൂപയ്ക്ക് ഇങ്ങനെ പെറുക്കി എടുക്കുകയാണ് ചെയ്ത്. നല്ല പച്ചക്കറി തന്നെയാണ് കേട്ടോ. സമയം ഞാൻ 1:30 സമയത്താണ് പോയത്. അതുകൊണ്ട് ഒരു ഇതൊക്കെ കഴിഞ്ഞിരിക്കണു. ഇനി ഞാൻ കുറച്ച് ഭാഗമൊന്നും കാണിക്കണില്ല, തയ്ക്കണേൻ്റെ ഒന്നും കാണിക്കണില്ല. പിന്നെ വീട്ടിൽ പോകാൻ നേരത്തുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ ബാഗിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ശർക്കര വാങ്ങി. അപ്പോൾ മാങ്ങ കറി വെക്കാച്ചിട്ട്
ശർക്കര വാങ്ങി തരണം കേട്ടോ. അപ്പോൾ മാങ്ങ വിജയേട്ടൻ പണിസ്ഥലത്ത് നിന്ന് അവിടെ മാങ്ങ ഇറക്കുമ്പോൾ കുറച്ചൊരു 10-15 ചെറിയ ചെറിയ മാങ്ങ കൊടുന്നു. അപ്പോൾ അത് ഞാൻ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ വീട്ടിൽ ഇപ്രാവശ്യം അങ്ങനെ മാങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു 5-8 മാങ്ങ ഉണ്ടായിട്ടുള്ളൂ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, മാങ്ങ അധികം ഉണ്ടായില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കരയൊക്കെ വാങ്ങിയത്. അപ്പോൾ മഴക്കാറ് നല്ല ഒരു മഴക്കാറിൻ്റെ ഒരു കോളുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യാന്ന് പേടിച്ചിട്ട് ഞാൻ കുടയൊക്കെ എടുത്തിട്ട് ഒന്ന് ചൂടിയതാണ്. കാരണം ഇപ്രാവശ്യം മഴ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഒരു സന്തോഷമല്ല കുടയൊക്കെ പിടിച്ച് നല്ല പെരുമഴയത്ത് പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുടയൊക്കെ ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് മഴ അങ്ങനെ പെയ്തില്ല. പക്ഷേ വീട്ടിൽ ഇങ്ങനെ അമ്മ വിളിച്ചപ്പോൾ പറയണ്ടായിരുന്നു നല്ല അവിടെ മഴയൊക്കെ പെയ്യുന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ, ബസ്സിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് യാത്രയിൽ ഞങ്ങൾ മാന്നന്നൂർ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ മാന്നന്നൂർ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ ഉണ്ട് അവിടെ വിജയേട്ടൻ നിൽക്കണ്ടായിരുന്നു. ബസ് താഴത്തേക്ക് ഇങ്ങനെ സ്റ്റേഷൻ്റെ അവിടേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾ മാന്നന്നൂർ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് വിജയേട്ടൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിജയേട്ടൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ വീടെത്തിയപ്പോൾ നല്ല മഴ തോർന്നിട്ട് ശൂന്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ടു. പിന്നെ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത് മാത്രം കാണിക്കുന്നത് ചായക്ക് കടി ഉണ്ടാക്കുകയാണ്. സബോള വട്ടത്തിൽ നുറുക്കിയിട്ട് ഇതാ കടലമാവിൽ മുക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പേര് ഉള്ളിവട എന്നും പേരിട്ടോളൂ എല്ലാവരും. എന്തായാലും സബോള വട്ടത്തിൽ നുറുക്കിയിട്ട് അതിൻ്റെ നടുഭാഗം മെല്ലെ എടുത്ത് കളഞ്ഞിട്ട് കടലമാവ്, അതിൽ ഇഞ്ചിയോ കറിവേപ്പില പച്ചമുളകോ എന്ത് വേണമെങ്കിലും ഇടാം. അതൊക്കെ കലക്കിയിട്ട് ഒരൊറ്റ അടൽ. അങ്ങനെ കറുമുറും എന്നൊക്കെ ഞങ്ങൾ സബോള അല്ല ഉള്ളിവടയല്ല അത് കഴിക്കുക. അങ്ങനെ കൂട്ടുകാരെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അച്ഛൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ കാണാതെ ഞാൻ വീഡിയോ എടുത്തു. അച്ഛൻ തിരിഞ്ഞപ്പോൾ ഞാൻ വേഗം ഫോൺ മാറ്റി. അപ്പോൾ അമ്മോടൊരു ഹായ് എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തു. ഊണിക്കണതും എല്ലാം കട്ട് ചെയ്തിട്ട് അവസാനം ഞങ്ങളൊരു 9:15 ആയപ്പോഴാണ് മാങ്ങ നുറുക്കണത്. അപ്പോഴേക്കും അമ്മ ഇവിടെ കിടന്നു. അമ്മയ്ക്ക് കാലിൻ്റെ മുട്ട് വേദനക്കാരൻ അമ്മ ഇവിടെ കിടന്നു. വിജയേട്ടൻ തലവേദന പറഞ്ഞിട്ട് റൂമിൽ കിടക്കുന്നുണ്ട്. അച്ഛൻ ചോറൊക്കെ കൊണ്ടിട്ട് റൂമിൽ കിടക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്ക് രാവിലേക്ക് പഴുത്ത മാങ്ങ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിജയേട്ടൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. തലവേദന പറഞ്ഞിട്ടും കൂടി അവൾ കണ്ടില്ലേ, ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ പണിയെടുക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണ്ടേ വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഈ മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ്. അത് കൂടാതെ നല്ല മധുരമുള്ള അടിപൊളി കട്ട മധുരമുള്ളൊരു മാങ്ങയും കൂടിയാണ്. കുഞ്ഞ് മാങ്ങ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല. ഇത് വെറുതെ പറയണതല്ല കേട്ടോ. അപ്പോൾ നാളെ മോരൊക്കെ ഒഴിച്ച് പിന്നെ ശർക്കരയൊക്കെ ഇട്ട് ജീരകമൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഒരു അടിപൊളി മാങ്ങാക്കറി വെക്കണം. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിക്കുക. എൻ്റെ കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്താൽ ഫുള്ളായിട്ട് വീഡിയോ കണ്ട, അതേപോലെ കമൻറ്റ് ചെയ്യാൻ മടി ഉണ്ടായിട്ടാണെങ്കിലും ഇല്ലെങ്കിലും സമയമുള്ളവർ മാത്രം ഒരു വരിയെങ്കിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരുപാട് എഴുതിയാലും കുഴപ്പമില്ല. എല്ലാവർക്കും എഴുതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സമയമുള്ളവർ എഴുതുക, സമയമില്ലാത്തവർ എഴുതണ്ട. ലൈക്കെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് കൂടിയാലും നിങ്ങൾക്ക് ദേഷ്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിക്കാനായി. ഞാൻ മാങ്ങയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കുകയാണ്. നല്ല കട്ട മധുരമാണ്. നല്ല കൊതി പിടിപ്പിക്കാൻ വേണ്ടി പറയില്ല കേട്ടോ, അത്രയും നല്ല മധുരമാണ്. നിങ്ങൾ പരസ്യത്തിൻ്റെ പോലെ കാണിച്ചതല്ല കേട്ടോ, അത്രയും മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.